ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ജിമ്മിൽ പോകാൻ പറ്റാത്ത കൂട്ടുകാർക്കായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ട്രൈസെപ്സിൻ്റെ വർക്കൗട്ടുകളാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് വീട്ടിൽ ഫോളോ ചെയ്ത് നിങ്ങളുടെ ട്രൈസെപ്സ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം നമ്മൾ ഫസ്റ്റിൽ ചെയ്യുന്ന വർക്കൗട്ട് എന്ന് പറയുന്നത് പിരമിഡ് പുഷപ്പാണ്. പിരമിഡ് പുഷപ്പ് നമ്മുടെ ട്രൈസെപ്സിൻ്റെ വളർച്ചയ്ക്കായിട്ട് വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. അപ്പം നിങ്ങൾ കൈ ഇത് കണക്ക് ഒരു പിരമിഡിൻ്റെ ആകൃതിയിലായിട്ട് നിങ്ങളുടെ ഫിംഗറിനെ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ പുഷപ്പ് ചെയ്യുക. അപ്പം മേളിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ട്രൈസെപ്സ് മസിലിലോട്ട് ഫോക്കസ് ചെയ്യണം. ഓക്കെ, നല്ല ഒരു വർക്കൗട്ടാണ് ഇത് ട്രൈസെപ്സ് മസിലിന്. അപ്പോൾ ഇത് നിങ്ങൾ ഒരു 15 റെപ്സിൻ്റെ ഒരു 3 സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾ താഴോട്ട് വരുമ്പോൾ നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക, മുകളിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. നമ്മുടെ ട്രൈസെപ്സ് മസിലിന് നമ്മൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എക്യുപ്മെൻറ്റ്സുകളൊന്നും കിട്ടാറില്ല. നമുക്ക് സാധാരണ ചിലപ്പോൾ ഒരു ഡമ്പലൊക്കെ ആയിരിക്കും കയ്യിൽ കാണുന്നത്. അപ്പം ആ ഒരു ഡമ്പലേ ഉള്ളൂ എന്നുണ്ടെങ്കിലും, അതല്ല 2 ഡമ്പൽ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ബാക്കിയുള്ള വർക്കൗട്ടുകൾ ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ, പിരമിഡ് പുഷപ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് വർക്കൗട്ടിലോട്ട് പോവുകയാണ്. ഡമ്പൽ നിങ്ങളിങ്ങനെ എടുക്കുക. ഇത് ചെറിയൊരു ഡമ്പലാണ്. അപ്പം ഇതേ കണക്കാണ് നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. വളരെ സാവധാനത്തിൽ താപ്പോട്ട് കൊണ്ടുവരിക, മേളിലോട്ട് ഉയർത്തുക. ഓക്കെ, സാവധാനം താപ്പോട്ട് മേലോട്ട് ഉയർത്തുക. ഇതാണ് നമ്മുടെ സെക്കൻഡ് വർക്കൗട്ട്. ഇത് നിങ്ങൾ ഒരു കയ്യിൽ 15 റെപ്സ് വെച്ചിട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെ 2 കയ്യിലും മാറി മാറി ചെയ്യുക, 3 സെറ്റ് ചെയ്യുക. ഇതും നിങ്ങളുടെ ട്രൈസെപ്സിന് വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. ഓക്കെ, ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം വളരെ സാവധാനത്തിൽ നിങ്ങൾ താപ്പോട്ട് കൊണ്ടുവരിക. കണ്ടില്ലേ, ഇതേ രീതിയിലാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പം ഇത് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ 3 സെറ്റ് ചെയ്യുക, 15 റെപ്സ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇതും കൂടെ കഴിഞ്ഞ് അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. ഓക്കെ, അതും നമ്മൾ ഡമ്പൽ വെച്ചാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു ഡമ്പലേ ഉള്ളൂ എന്നുണ്ടെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഒരു ഡമ്പൽ വെച്ചും ചെയ്യാം. അതല്ല, ഈ വർക്കൗട്ടുകൾ നിങ്ങൾക്ക് 2 കയ്യിലും ഡമ്പൽ വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പം അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഡമ്പൽ കിക്ക് ബാക്ക് ആണ്. നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ നിൽക്കുക. അതിനുശേഷം ഇതേ കണക്കാണ് നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. ബാക്കിലോട്ട് പോകുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ ട്രൈസെപ്സ് നല്ല രീതിയിൽ സ്ക്വീസ് ചെയ്യണം. ഹോൾഡ്, പതുക്കെ മുമ്പോട്ട് നല്ല രീതിയിൽ നിന്ന് ഹോൾഡ് ചെയ്യണം. 1 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇങ്ങനെ പതുക്കെ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ഒരു കയ്യിൽ 15 റെപ്സ് ചെയ്യുക. അതിനുശേഷം അടുത്ത കയ്യിലും ചെയ്യുക. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ 3 സെറ്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ ട്രൈസെപ്സ് മസിലിന് വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. ഡമ്പൽ കിക്ക് ബാക്ക് എന്നാണ് ഈ വർക്കൗട്ടിൻ്റെ പേര്. ഓക്കെ, ഇതേ കണക്ക് ചെയ്യുക. 1 2 സ്ക്വീസ്, ഹോൾഡ്, 3 4 5. ഇതേ കണക്കാണ് നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പം ഇതും കൂടെ ആകുമ്പോൾ നമ്മുടെ 3 വർക്കൗട്ടുകൾ കംപ്ലീറ്റ് ആവും. അടുത്തായിട്ട് നമുക്ക് 4ാമത്തെ വർക്കൗട്ടിലോട്ട് പോകാം. 4ാമത്തെ വർക്കൗട്ട് നമ്മൾ കിടന്നുകൊണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ, കിടന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഫ്ലോറിൽ കിടക്കുക. അതിനുശേഷം ഡമ്പൽ ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം വളരെ സാവധാനത്തിൽ താപ്പോട്ട് കൊണ്ടുവരിക. 1 സ്ലോലി താപ്പോട്ട്, 2 സ്ലോലി താപ്പോട്ട്, സ്ലോലി ഡൗൺ, 3 4. ഇങ്ങനെ നിങ്ങൾ 15 റെപ്സ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ 15 റെപ്സ് ചെയ്തതിന് ശേഷം അടുത്ത കയ്യിലും നിങ്ങൾ 15 റെപ്സ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ 3 സെറ്റ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ എത്ര കിലോ ആണോ ഡമ്പൽ ഇരിക്കുന്നത് അതിനനുസരിച്ച് വേണം നിങ്ങൾ ചെയ്യാൻ. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ചിലപ്പോൾ ഹെവി ആയിട്ടുള്ള ഡമ്പലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കൈ കൊണ്ടൊക്കെ ചെയ്യാൻ പ്രയാസമായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 കൈ കൊണ്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒരു കൈ കൊണ്ട് മാത്രം നമുക്ക് ഹെവി ആയിട്ടുള്ള ഡമ്പൽ വെച്ചിട്ട് ഈ വർക്കൗട്ടുകൾ ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് 2 കൈ കൊണ്ടും ഹെവി ആയിട്ടുള്ള ഡമ്പലുകൾ ഉപയോഗിച്ച് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഈ വർക്കൗട്ട് കഴിഞ്ഞു. നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. അപ്പോൾ ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ നിങ്ങളുടെ ട്രൈസെപ്സ് മസിലിന് വളരെ നല്ല വർക്കൗട്ടുകളാണ്. നമുക്ക് ജിമ്മിൽ പോകുന്ന അത്രയൊന്നും ട്രൈസെപ്സ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും നമുക്ക് വീട്ടിൽ വർക്കൗട്ട് ചെയ്താലും അത്യാവശ്യമൊക്കെ നമ്മുടെ ട്രൈസെപ്സ് മസിൽ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കാൻ പറ്റുന്നതായിരിക്കും. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ട്രൈസെപ്സ് ഡിപ്സ് ആണ്. ഇങ്ങനെയാണ് ട്രൈസെപ്സ് ഡിപ്സ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ വല്ല ചെയറിലോ ബെഡിലോ എവിടെയെങ്കിലും നിങ്ങൾക്ക് എവിടെയാണ് സൗകര്യം എന്ന് വെച്ചാൽ അവിടെ ചെയ്യുക. പതുക്കെ താപ്പോട്ട് വരിക. നിങ്ങൾ മുകളിലോട്ട് ഉയരുന്ന സമയത്ത് മാക്സിമം നിങ്ങളുടെ ട്രൈസെപ്സ് മസിലിലോട്ട് നിങ്ങളുടെ കോൺസെൻട്രേഷൻ പോകട്ടെ. നിങ്ങൾ താപ്പോട്ട് വരുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക. മേലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ 15 റെപ്സിൻ്റെ ഒരു 3 സെറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തായിട്ട് നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ടാണ്. നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യാനായിട്ട് അല്പം ഹെവി ആയിട്ടുള്ള ഡമ്പൽ ഉപയോഗിക്കുക. കാരണം ചെറിയ ഡമ്പൽ വെച്ചിട്ട് നമുക്ക് ഈ വർക്കൗട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ വെയിറ്റ് ആകുമ്പോൾ നമുക്ക് മസിലിന് അത്രത്തോളം ഒരു എഫക്റ്റ് ഉണ്ടാകത്തില്ല. അപ്പം അല്പം കൂടെ ഹെവി ആയിട്ടുള്ള ഡമ്പലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നുകൊണ്ടോ നിന്നുകൊണ്ടോ ഇതേ കണക്ക് നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ട്രൈസെപ്സിൻ്റെ ഇന്നത്തെ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന വർക്കൗട്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുക.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.